ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു നുള്ള് ഉപ്പും ഈ മാവൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചിട്ടെടുക്കാം. ഇപ്പൊ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പരുവം തെറ്റിപ്പോവും. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് 1/4 കപ്പ് വെള്ളമാണ്. ഇത്രയും വെള്ളം കറക്റ്റ് ആണ്. അതായത് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ മാവ് കുഴച്ചെടുക്കാൻ നേരത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ തന്നെ തയ്യാറാക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിലും ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനിതാ ഈ ഒരു വലുപ്പത്തിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മണവും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടറിൽ ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ചൂടായി വന്ന ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം നന്നായി പഴുത്തിട്ടുള്ളതാണ്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലിരിക്കണം. ഇതുപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ഈ ഒരു പരുവത്തിലായിരിക്കണം റെഡിയായി കിട്ടേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് നാരങ്ങ പിഴിയാനായിട്ട് എടുക്കുന്ന ഈ ഒരു മേക്കറിൽ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഇതിൽ നിന്ന് ഒരു ബോൾസ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ നല്ലൊരു ഹോളായിട്ട് കിട്ടും. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. ഇതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒരു കുഴിയാക്കി കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പൊട്ടി പുറത്തോട്ട് പോകത്തില്ല. നല്ല ഉള്ളിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി നല്ലൊരു ആഴത്തിലുള്ള ഹോളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മാവെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുക്കണം. ഇപ്പം ഇതിനുള്ളിൽ ഫില്ലിങ്സ് ഉണ്ടെന്ന് പറയേയില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം വേവുള്ള പലഹാരമാണ്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് നേരമെങ്കിലും ഒരു ഭാഗം വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരു ഭാഗം വെന്തതിന് ശേഷം വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം കൂടെ നമുക്കിത് 1 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ പലഹാരത്തിന് എണ്ണ കുടിക്കുമെന്നോർത്ത് പേടിക്കേണ്ട. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇപ്പം ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം. ഞാനിപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ എത്രയാണോ അത്രയും തന്നെ ഇത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷവും ഈ ഒരു പാനിലുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അപ്പോൾ ഇതാ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നേന്ത്രപ്പഴത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, പഴം ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നേന്ത്രപ്പഴത്തിൽ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പഴംപൊരിയേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതിനുള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.